വെൽക്കം ബാക്ക് ടു ഐ സ്പൈസി ഡിലൈറ്റ്സ്. ഇന്ന് കുറച്ച് സ്രാവ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിന്ന് സ്രാവ് വെച്ചിട്ടാണ് ഇന്നത്തെ റെസിപ്പി കേട്ടോ. നല്ല അടിപൊളി സ്രാവ് കറിയാണ്. ഇതിൽ നമ്മൾ കുടംപുളിയും വളംപുളിയും ഒന്നും ചേർക്കുന്നില്ല. ഇപ്പോൾ പച്ചമാങ്ങയുടെ സീസണാണ്. അപ്പോൾ പച്ചമാങ്ങ കിട്ടുന്നതുകൊണ്ട് തന്നെ നമുക്ക് പുളിക്ക് പകരമായിട്ട് പച്ചമാങ്ങയൊക്കെ ചേർത്തിട്ടാണ് ഈ ഒരു സ്രാവ് കറി തയ്യാറാക്കിയിട്ടുള്ളത് കേട്ടോ. മാങ്ങ സീസൺ തീരുന്നതിന് മുമ്പ് തന്നെ ഈ ഒരു സ്രാവ് കറി പെട്ടെന്ന് തന്നെ തയ്യാറാക്കി നോക്കട്ടോ. നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. നല്ല ചൂട് ചോറിൻ്റെ കൂടിയും ഈ പച്ചമാങ്ങ ഇട്ടിട്ടുള്ള സ്രാവ് കറിയും കൂട്ടി ഒരു പിടിയങ്ങ് പിടിക്കണം. അതൊരു ടേസ്റ്റ്, അപാര ടേസ്റ്റാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാം പച്ചമാങ്ങ ചേർത്തിട്ടുള്ള ഈ ഒരു അടിപൊളി സ്രാവ് കറി. അപ്പോൾ ഉണ്ടാക്കിയാലോ. സ്രാവ് കറി ഇറക്കാൻ വേണ്ടി ഞാൻ പാനാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ മൺചട്ടിയിലും തയ്യാറാക്കാം കേട്ടോ. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നപ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരട്ടെ. കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പച്ചമുളക് 3 എണ്ണം നടുകീറിയിട്ടത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം കേട്ടോ. ഞാനിവിടെ ചതച്ചാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇതിൽ ഉള്ളിയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഒരുപാട് ഇങ്ങനെ വഴറ്റി സമയം കളയേണ്ട ആവശ്യമില്ല. ഇതൊന്ന് മൂത്ത് വന്നാൽ മതി. പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നല്ല പുളിയുള്ള പച്ചമാങ്ങയാണ് കേട്ടോ. ഞാനിവിടെ എടുത്തിരിക്കുന്ന ആ ഒരു മാങ്ങ മുഴുവൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന മാങ്ങയുടെ പുളി അനുസരിച്ചാണ് മാങ്ങയുടെ അളവ് എടുക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ നല്ല പുളിയുള്ള മാങ്ങയൊക്കെ ആണെങ്കിൽ മുഴുവൻ മാങ്ങ ഇടേണ്ട ആവശ്യമില്ല. അപ്പോൾ പുളിക്ക് അനുസരിച്ച് മാങ്ങയുടെ അളവ് നിങ്ങൾ ശ്രദ്ധിച്ചിടുക കേട്ടോ. അപ്പോൾ നമുക്കിത് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് വെള്ളമൊന്നും ഒഴിക്കേണ്ടപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ചെറുതായിട്ടൊന്ന് വഴണ്ടാൽ മതി, കൂടുതൽ സോഫ്റ്റ് ആവേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് മസാലപ്പൊടികളായിട്ട് 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് പച്ചമണം മാറുന്ന വരെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. പൊടികളുടെ എല്ലാം പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. നമുക്കിവിടെ മീൻ ചേർക്കേണ്ടതാണ്. അപ്പോൾ മീൻ വേവാൻ പാകത്തിനുള്ള വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നന്നായി തിളച്ചിട്ടുണ്ട്. ഇങ്ങനെ തിളച്ചതിന് ശേഷം മാത്രമേ മീൻ ചേർക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ അതിന് മുന്നേ മീൻ ചേർക്കരുത്. അപ്പോൾ നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള സ്രാവ് മീനാണ്. അതിലേക്ക് ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം.
ഇത് നമ്മുടെ സ്രാവ് കറി ഇതവിടെ നല്ല അടിപൊളിയായിട്ട് തിളച്ച് സ്രാവൊക്കെ നല്ല അടിപൊളിയായിട്ട് കുക്കായിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. സ്രാവ് കറി ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് സ്രാവൊക്കെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിടാം. ഇനി ഒരു ഭംഗിക്ക് ഒരു കരിവേപ്പില അതിൻ്റെ നടുക്കൊന്ന് വെച്ച് കൊടുത്ത് നമ്മുടെ സ്രാവ് കറി ഇവിടെ റെഡി. സിമ്പിളല്ലേ തയ്യാറാക്കാൻ? വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്രാവ് കറിയുടെ റെസിപ്പിയാണ്. അപ്പോൾ മാങ്ങാ സീസണാണ് ഇപ്പോൾ. മാങ്ങാ സീസൺ തീരുന്നതിന് മുമ്പ് തന്നെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ ഒരു അടിപൊളി കറിയുടെ റെസിപ്പിയാണ്. അപ്പോൾ ഈ ഒരു മീൻ കറി നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രം പോരാ, നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടി കമൻസിലൂടെ പറയണം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ചക്ക സീസണാണ് ഇപ്പോൾ. ചക്ക സീസണിൻ്റെ ഒരു പുതിയൊരു റെസിപ്പിയും കൂടി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, പാൽച്ചക്ക. അപ്പോൾ അത് കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ കണ്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അത് ട്രൈ ചെയ്തിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് നിങ്ങൾ കമൻസിലൂടെ പറയണേ. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഇത് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ചക്കയും മാങ്ങയും സീസൺ കഴിഞ്ഞാൽ പിന്നെ കിട്ടത്തില്ലേ. അപ്പോൾ അതിന് മുമ്പ് ഇതെല്ലാം ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, അതുപോലെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഇതുപോലത്തെ ഈസി പീസി റെസിപ്പികൾ കിട്ടാൻ വേണ്ടി എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. കൂടെ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെച്ച് ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു അടിപൊളി റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടാറ്റാ.